എവിടെയോ എന്തോ ഒരു നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ റൂമിന്റെ ചെറിയൊരു മേക്ക് ഓവർ ആണ്. വലിയ രീതിയിലുള്ള ഒന്നുമല്ല, ചെറിയ രീതിയിലുള്ള ഒരു മേക്ക് ഓവർ ആണ്. കുറേ നാളായിട്ട് ഞങ്ങളുടെ റൂം ഈ ഒരു സെയിം രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പം ഞങ്ങൾ ചെറിയ രീതിയിലൊരു ചേഞ്ച് വരുത്താമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം വരുന്നത്. ഇവിടെ ഞങ്ങളുടെ സ്റ്റഡി ടേബിൾ ഉണ്ട്. ചെറിയൊരു റൂമാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെയാണ് കിടക്കുന്നത്. പിന്നെ ഇവിടെ ഞാനൊരു പിക്ചറൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, കുറേ മുന്നേ വരച്ചാണ്. പിന്നെ ഈ ഒരു അലമാരയിൽ ഞങ്ങളുടെ ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും, ചെറിയ രീതിയിലൊക്കെ ആയിരിക്കും ചേഞ്ച് വരുള്ളൂ. പിന്നെ ഇവിടെ ഞങ്ങളൊരു മിറർ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഉണ്ട്. പിന്നെ ചെറിയ റൂമായതുകൊണ്ട് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒതുക്കി ഒന്ന് വൃത്തിയാക്കിയിട്ട് കുറച്ച് ചേഞ്ച് ഒക്കെ വരുത്താമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടുത്തെ ആ ഒരു മിറർ റിമൂവ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഞങ്ങൾ റൂമിൽ പുട്ടിയൊന്നും അടിച്ചിട്ടില്ല. അപ്പം അങ്ങനെ കുണ്ടും കുഴിയൊക്കെ ആയിട്ടാണ് മൊത്തത്തിൽ ഇരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണില്ല, നേരിട്ട് ഭയങ്കര കുണ്ടും കുഴിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ മിററൊക്കെ അഴിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെയാണ് ഭിത്തി ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പുട്ടി എടുത്തിട്ടുണ്ട്. ഈ ഒരു സ്പോഞ്ച് വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. കുണ്ടും കുഴിയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ഇത് വെച്ചിട്ട് അടയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. എങ്ങനെയാവുമെന്ന് അറിയില്ല. അപ്പോൾ ചേച്ചി അതൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഞങ്ങൾ പുട്ടി വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ആദ്യം ചേച്ചിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, സ്പോഞ്ച് വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കൊടുക്കാനാണ്. അപ്പോൾ ചേച്ചി ചെയ്ത് നോക്കിയിട്ട് പിന്നെ ഞാനും ഒന്ന് ചെയ്ത് നോക്കുന്നുണ്ട്. പിന്നെ വലിയ വൃത്തിയൊന്നും വേണ്ടാത്തതുകൊണ്ട് ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വരുന്നുണ്ട്. ഡ്രസ്സിലൊക്കെ ആവുന്നതുകൊണ്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇത് മൊത്തം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു ലുക്ക് ഇങ്ങനെയാണ്. നമ്മൾ ഈ ഭിത്തി നല്ല കുണ്ടും കുഴിയൊക്കെ ആയിരുന്നു. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് ആ ഒരു കുണ്ടും കുഴി അത്ര അറിയാത്ത രീതിയിൽ ഉണ്ട്. എന്നാലും ചെറിയ ഭാഗത്തൊക്കെ അറിയുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ റൂമായതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിലാണ് ചെയ്തത്. അപ്പം ആ ഒരു കുണ്ടും കുഴിയൊക്കെ കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ പെയിന്റ് അടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇത് ഞങ്ങൾ ഒറ്റ ദിവസം കൊണ്ടല്ല ചെയ്യുന്നത്, പതുക്കെ ഓരോ ദിവസങ്ങൾ കൊണ്ട് ചെയ്ത് തീർക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞങ്ങൾ മിറർ പിന്നെയും അവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ അത് പെയിന്റ് അടിക്കുന്ന സമയത്ത് അഴിക്കാമെന്ന് വിചാരിച്ചു. ഇത് നെക്സ്റ്റ് ഡേ ആണ്. അപ്പം ഞങ്ങൾ ഇന്ന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റൂമിൻ്റെ ഉള്ളിലുള്ള ബുക്സും എല്ലാ സാധനങ്ങളും എടുത്തൊന്ന് പുറത്ത് വെച്ചിട്ട് കംപ്ലീറ്റ് ഒന്ന് വാക്യൂം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അതിനുള്ള പരിപാടിയാണ്. അപ്പം നമ്മുടെ ഷൂറാക്കും പിന്നെ നമ്മുടെ ടേബിളും പിന്നെ ബുക്സും എല്ലാം നമ്മൾ എടുത്ത് പുറത്തേക്ക് വെക്കുന്നുണ്ട്. ബെഡും കാര്യങ്ങളെല്ലാം പുറത്തേക്ക് വെക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു പിക്ചർ കളയണോ വേണ്ടേ എന്നുള്ള ഒരു ഡൗട്ടിൽ നിൽക്കുമായിരുന്നു ഞങ്ങൾ. മുന്നേ പെയിന്റ് അടിച്ച സമയത്ത് വേറൊരു പിക്ചർ ഉണ്ടായിരുന്നു, അപ്പോൾ അത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കഷ്ടപ്പെട്ട് വരച്ചുകൊണ്ട് ഇങ്ങനെ കളയണോ വേണ്ടയോ വെക്കണോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് ഞങ്ങൾ നിൽക്കുമായിരുന്നു. നമ്മുടെ റൂം ചെറിയതായതുകൊണ്ട് ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് എന്തോ പോലെ ഇരിക്കും. അപ്പം ഈ ഒരു പിക്ചറും കൂടി ഉള്ളപ്പം ഒരു ബോറ് വരുമോ എന്നിങ്ങനെ ഞങ്ങൾ ആലോചിച്ച് കുറേ സമയം കളഞ്ഞു. ഞങ്ങൾ എല്ലാ സാധനങ്ങളും പുറത്തെടുത്ത് വെച്ചിട്ട് ഇങ്ങനെയാണ് റൂം ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ റൂമിൻ്റെ പെയിൻ്റൊക്കെ ചില ഭാഗത്തൊക്കെ പോയിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഞങ്ങൾ കംപ്ലീറ്റ് ഒരു പെയിന്റ് ഒക്കെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിക്ചറിന്റെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. ഞങ്ങൾ ആദ്യം ഒന്ന് പൊടിയൊക്കെ നന്നായി തട്ടിയിട്ട് പിന്നെ വാക്യൂം ചെയ്തെടുക്കുന്നുണ്ട്. കട്ടിലും പിന്നെ ഭിത്തിയും സീലിങ്ങും എല്ലാം ഞങ്ങളൊന്ന് മൊത്തത്തിൽ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഞാനും ചേച്ചിയും കൂടിയാണ് ചെയ്യുന്നത്. അമ്മ ചേച്ചി അവിടെ വേറെ പണിയാണ്. അപ്പം ഞാനും ചേച്ചിയും കൂടി മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുവാണ്. ഞങ്ങളുടെ റൂമല്ലേ, അപ്പം ഞങ്ങൾ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ചെയ്യുവാണ്. മൊത്തത്തിൽ ഞങ്ങളൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. പൊടിയൊക്കെ നന്നായിട്ട് തട്ടി കംപ്ലീറ്റ് ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ ഞങ്ങൾ രണ്ടുപേരും കുറേ നേരം നിന്ന് സംസാരിച്ചിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത്. പൊടി അടിച്ചപ്പോഴത്തേനും തുമ്മാനൊക്കെ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ വാക്യൂം ഒക്കെ ചെയ്ത് ഏകദേശം ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങൾ പെയിന്റിന്റെ ചെറിയ പരിപാടിയിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഗ്രേയും വൈറ്റും കോമ്പിനേഷൻ എടുക്കാമെന്നായിരുന്നു. പിന്നെ വൈറ്റ് കളർ നമ്മൾ ഓൾറെഡി കുറേ നാളായിട്ട് അത് തന്നെ ആയതുകൊണ്ട് പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. പിന്നെ നമ്മുടെ റൂം തീരെ കുഞ്ഞതായതുകൊണ്ട് ഡാർക്ക് ആയിട്ടുള്ള കളർ അടിച്ചു കഴിഞ്ഞാൽ റൂം പിന്നെയും ചെറുതായിട്ട് തോന്നും. അതുകൊണ്ട് ഞങ്ങൾ ലൈറ്റ് കളർ ചൂസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞങ്ങൾ പിന്നെ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നോക്കി ലാസ്റ്റ് ഞങ്ങൾ ഒരു വയലറ്റ് ഷെയ്ഡും പിന്നെ ഒരു ഗ്രീൻ ഷെയ്ഡും കൂടിയാണ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. അതാണ് വാങ്ങിയിട്ടുള്ളത്. ചേച്ചിയായിരുന്നു പെയിന്റ് വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പിക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൽ ഏറ്റവും ലൈറ്റായിട്ട് എന്ന് വെച്ചാൽ ഒരുപാട് ഇരുണ്ട് പോവാതെ ലൈറ്റ് കളറ്, അതിനകത്ത് നല്ല തെളിഞ്ഞ കളർ, അങ്ങനെയാണ് ഞങ്ങൾ വിചാരിച്ചത്. അപ്പോൾ അതിൽ നിന്ന് പറഞ്ഞായിരുന്നു ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഒരു കളർ വരുന്നത്, ഒരു വയലറ്റ് ഒരു റോസ് ഒരു ടൈപ്പ് ഒരു കളറാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ കണ്ടപ്പോൾ നല്ലോണം ഇഷ്ടമായി. അങ്ങനെയാണ് ഞങ്ങൾ ഇത് എടുത്തത്. പിക്ചർ കളയേണ്ടെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്, കഷ്ടപ്പെട്ട് വരച്ചല്ലേ, അപ്പോൾ അതവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് കളർ വരുന്നത്. അപ്പോൾ പിക്ചർ കട്ട് ചെയ്തിട്ട് അതിൻ്റെ സൈഡിൽ കൂടി ഇത് കൊടുക്കുന്നുണ്ട്. വൈറ്റുള്ള ഭാഗത്തൊക്കെ ഈ ഒരു കളർ കൊടുക്കുന്നുണ്ട്. ഇത് ചെയ്യാൻ നല്ല ടൈം എടുത്തു. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പിക്ചറിലൊന്നും തട്ടാതെ ചെയ്യേണ്ടതുകൊണ്ട് നല്ലോണം കഷ്ടപ്പാടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി നിന്നിട്ട് കുറേ നേരം നിന്നിട്ടാണ് കുറച്ചെങ്കിലും ചെയ്തെടുക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെയല്ല, കുറച്ചും കൂടി ഡാർക്കാണ് ഈ ഒരു കളറ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ചെയ്യുവാണ്.
പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ അമ്മയും വന്നിട്ട് കുറച്ചൊക്കെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, ഞങ്ങൾ ചെയ്തത് അത്രയും വൃത്തിയൊന്നുമില്ലായിരുന്നു. ഇടയ്ക്ക് ഇങ്ങനെ വൈറ്റ് ഷെയ്ഡ് നല്ലോണം കാണുന്നുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ അധികം കാണുന്നില്ല, പക്ഷെ കുറച്ചും കൂടി കാണുന്നുണ്ട്. പിന്നെ ഇതൊരു ഡാർക്ക് ഷെയ്ഡും കൂടിയാണ്, കുറച്ചും കൂടി ഡാർക്കാണ്. ചെയ്ത് വന്നപ്പോൾ ഞങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. അത്യാവശ്യം നല്ല ഭംഗിയുള്ളതായിട്ടാണ് തോന്നിയത്, നല്ലൊരു കളറായിട്ടാണ് തോന്നിയത്. ഞങ്ങളപ്പോൾ ഏകദേശം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് രണ്ടാമത്തെ കോട്ടിങ് അടിക്കുമ്പോഴത്തേനും കുറച്ചും കൂടി ഡാർക്കായിട്ട് കുറച്ചും കൂടി ഇരുണ്ട് പോകുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കോട്ടിങ് അടിച്ചില്ലെങ്കിൽ വൈറ്റ് ഇങ്ങനെ തെളിഞ്ഞ് കാണുന്നതുകൊണ്ട് ഒരു വൃത്തിയില്ലാത്ത പോലെ ഞങ്ങൾക്ക് തോന്നി. ഞങ്ങൾക്ക് ചെയ്യാൻ അറിയില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു ഭിത്തി ഞാനാണ് ചെയ്യുന്നത്. ചേച്ചി വേറെന്തോ പണിക്ക് പോയി. അപ്പോൾ എന്നോട് ഈ ഒരു ഭാഗം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പം ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാണ്. ഇതൊക്കെ എന്ത്? പക്ഷെ ഇത് വൃത്തിയില്ലാന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ഈ ചെയ്യുന്ന സമയത്ത് ഭയങ്കര രസമായിട്ട് ചെയ്യുമായിരുന്നു. പിന്നെ ഇപ്പുറത്തെ ഒരു ഭിത്തിയും കൂടെ എന്നോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മയും വന്ന് കുറച്ച് നേരം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ഭിത്തി ചെയ്യുമ്പോഴും ഞാൻ ഭയങ്കര വൃത്തിക്ക് ചെയ്യാമെന്നായിരുന്നു എൻ്റെ ഒരു മൈൻഡിൽ. അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ഒരു വൃത്തിയില്ലാന്ന് കണ്ടത്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. അപ്പോൾ ഞങ്ങൾ പകലൊരു ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിൽ നോക്കിയാൽ മനസ്സിലാവും എത്രത്തോളം ഡാർക്ക് ആയിട്ടുണ്ടെന്ന്. വൈറ്റ് ആയിരുന്ന സമയത്ത് നല്ല വെളിച്ചമുണ്ടായിരുന്ന റൂമാണ്. അപ്പോൾ ഈ ഒരു കളർ അടിച്ചപ്പോഴത്തേനും കംപ്ലീറ്റ് എന്താ പറയുക ഇരുണ്ടുപോയി, ഭയങ്കര ഇരുണ്ടുപോയി. പിന്നെ മാത്രമല്ല ഞങ്ങളുടെ ചെറിയ റൂമാണ് ഓൾറെഡി. അപ്പം ഈ കുറച്ച് ഡാർക്ക് കളറും കൂടി ആയതുകൊണ്ട് റൂം പിന്നെയും ചെറുതായതുപോലെ തോന്നി. അപ്പോൾ ഒരു ഭംഗിയില്ലായിരുന്നു കാണാൻ. മൊത്തത്തിൽ ഞങ്ങളതിനെ കഷ്ടപ്പെട്ട് പണിത് കൊളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴാണ് ഭയങ്കര ഡാർക്കായിപ്പോയി, വൃത്തിയില്ല, മൊത്തത്തിൽ ആയിന്ന് മനസ്സിലായി. അപ്പൊ ഈ ഒരു കളർ അടിച്ചിട്ട് ഇതാണ് ലുക്ക് വരുന്നത്. പക്ഷെ ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, കുറച്ചും കൂടി ഇരുണ്ട് നിൽക്കുന്ന ഒരു കളറാണ്. ഈ വീഡിയോ വോയിസ് ഓവർ ചെയ്യാൻ എടുത്തപ്പോൾ നോക്കുന്ന സമയത്താണ് വീഡിയോയിൽ കുറച്ചും കൂടി കളർ ഉള്ള പോലെ തോന്നുന്നത്. പക്ഷെ ഇത് ഇത്രയല്ല, കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, എന്തോ പോലെ ഉണ്ടായിരുന്നു കാണാൻ. പിന്നെ ഞങ്ങൾ ചെയ്തതിന്റെ വൃത്തിയും കൊണ്ട് മൊത്തത്തിൽ കൊളായിപ്പോയി. ഞങ്ങൾ അടിച്ചതിന്റെ മാത്രമല്ല, പക്ഷെ മൊത്തത്തിൽ ഈ റൂം കളർ ഭയങ്കര ഡാർക്ക് ആയതുപോലെ തോന്നിയിട്ട് മൊത്തത്തിലൊരു ഭംഗിയില്ലായിരുന്നു. എന്താന്ന് വെച്ചാൽ നമ്മുടെ റൂം തീരെ കുഞ്ഞതായതുപോലെ തന്നെയായിരുന്നു ഞങ്ങൾക്ക് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അത് അവിടെ പകുതി വെച്ച് നിർത്തി. ഇനി എന്ത് ചെയ്യാന്ന് ആലോചിക്കുമായിരുന്നു. ഞാനും ചേച്ചി ഈ ഒരു കളർ ചൂസ് ചെയ്ത സമയത്ത് തന്നെ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടുള്ള ഒരു കളർ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളാണ് പറഞ്ഞത് ഇത് അടിപൊളിയായിരിക്കും, സൂപ്പർ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടായിരുന്നു ഞങ്ങൾ ഇത് എടുത്തത്. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്, അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. ഇത് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി. എന്താ വെച്ചാൽ പൈസയും കൊടുത്ത് പെയിൻ്റൊക്കെ വാങ്ങി അടിച്ചിട്ട് ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ ആയുമില്ല, ഒരു ഭംഗിയും വന്നില്ല. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പം അമ്മയൊക്കെ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പെയിൻ്റ് അടിച്ച സമയത്ത് കുറച്ച് പെയിൻറ് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു, അത് കേടായിട്ടില്ല, അപ്പം അതെന്തെങ്കിലും ചെയ്യാൻ വേണ്ടി. അപ്പം ചേട്ടയെ പറഞ്ഞു ഈ ഒരു കളറും പിന്നെ വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ചും കൂടി ലൈറ്റ് ആക്കി കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ചെയ്യാനുള്ളൊരു പ്ലാനാണ് ഇനി. പിന്നെ ഞങ്ങൾ ആ ഒരു പിക്ചറും കൂടി കളഞ്ഞിട്ടാണ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു കളർ അടിച്ചപ്പോഴത്തേനും കംപ്ലീറ്റ് ഒരു ഭംഗിയില്ലാതെ ആയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഉള്ള കോൺഫിഡൻസ് ഒക്കെ പോയി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ആ പിക്ചർ അങ്ങ് കളയാം, എന്നിട്ട് മൊത്തത്തിൽ കളർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്തിട്ട് കൊളാവണ്ടെന്ന് പറഞ്ഞിട്ട് ചേട്ടയും ഞങ്ങൾക്ക് ആ ഒരു ഭാഗമൊക്കെ വൃത്തിക്ക് ചെയ്തു തന്നു. അപ്പോൾ ഫൈനലായിട്ട് ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഞങ്ങൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇതടിച്ച സമയത്ത് റൂം കുറച്ചും കൂടി എന്താ പറയുക ഞങ്ങളുടെ പഴയ പോലെ തന്നെ ആയി. എന്താ വെച്ചാൽ കളറ് കുറച്ചും കൂടി ലൈറ്റ് ആയതുകൊണ്ട് ഒരു വൃത്തിയൊക്കെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു കാണാൻ. റൂമിന് തന്നെ ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ വന്നു. ഞങ്ങൾക്ക് എന്തായാലും നല്ലോണം ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ വിചാരിക്കുന്നത് മറ്റേ 2 ഭിത്തിക്കും ഗ്രീൻ കളർ അടിക്കാന്നാണ് വിചാരിച്ചത്. അപ്പോൾ അത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ്. ചേച്ചിയാണ് ഫസ്റ്റ് ഈ ഒരു ഭിത്തി അടിക്കുന്നത്. ഈ ഒരു ഗ്രീനാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. കുറച്ചൊരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ഗ്രീനാണ്, പക്ഷേ നല്ലൊരു ഭംഗിയുള്ള ഗ്രീനാണ്, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ഈ ഒരു ഭിത്തി അടിച്ച് തുടങ്ങുവാണ്. ഞങ്ങൾ ആ ഒരു ഭിത്തിയിൽ സ്വിച്ച് ബോർഡിന്റെ ചുറ്റും പിന്നെ വിൻഡോന്റെ ചുറ്റും ഞങ്ങൾ അടിച്ചു നോക്കി. അപ്പം തന്നെ കുറച്ചൊരു ഡാർക്ക് ആയതുപോലെ തോന്നി. പിന്നെയും പഴയ പോലെ തന്നെ റൂം കുഞ്ഞിതാകുന്ന പോലെ ഞങ്ങൾക്ക് തോന്നി. അപ്പം ഞങ്ങൾ പിന്നെ അത് നിർത്തിയിട്ട് ഇപ്പുറം നമ്മൾ സ്പോഞ്ച് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഭിത്തി ഉണ്ടല്ലോ, അതിനകത്ത് ഞങ്ങൾ ഈ ഒരു കളർ അടിച്ച് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ചേട്ടയും കൂടി ഹെൽപ്പ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്, ഞങ്ങൾ ഒറ്റയ്ക്കല്ല. അപ്പം മൊത്തം ഒന്ന് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്ത് നല്ല ഭംഗി ഉണ്ടായിരുന്നു. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഭിത്തിയിൽ ഗ്രീൻ അടിച്ചിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് നല്ലോണം ഇഷ്ടമായി. ഇപ്പുറം വശത്ത് ഞങ്ങൾ ആ ഒരു പർപ്പിൾ തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ വിൻഡോന്റെ സൈഡിൽ ഓൾറെഡി അടിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ അത് ചെയ്തു. അലമാരയിൽ ഞങ്ങൾ അവിടെ ഒരു ഹൈലൈറ്റ് ചെയ്തിട്ട് ആ ഒരു ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ പെയിന്റ് ഞങ്ങൾക്ക് നല്ലോണം ഇഷ്ടമായി. പിന്നെ ഞങ്ങളുടെ ഡോറിൽ ഞങ്ങൾ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കുറേയൊക്കെ പൊളിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു അതിൽ ഒരു പെയിന്റ് കൊടുത്താലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ഉള്ളിലെ പൊളിച്ചിട്ട് അവിടെ ഒന്ന് കൊടുത്ത് ഭംഗി ഉണ്ടെങ്കിൽ മാത്രം പുറത്ത് ചെയ്താൽ മതി എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇവിടെ ഒന്ന് പൊളിച്ചിട്ട് പെയിന്റ് ചെയ്യുന്നുണ്ട്. നല്ല പാടായിരുന്നു ഇതൊന്ന് പൊളിച്ചെടുക്കാൻ. പിന്നെ എങ്ങനെയൊക്കെയോ അത് പൊളിച്ചെടുത്തിട്ട് പെയിന്റ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ബെഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വരാനുള്ള ഒരു ലോങ് ആയിട്ടുള്ള ഒരു കാത്തിരിപ്പായിരുന്നു. ഞങ്ങൾ കടയിലൊക്കെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു, ആ സമയത്ത് കിട്ടിയില്ല. അതിൻ്റെ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഓൺലൈനിൽ തന്നെ ഓർഡർ ചെയ്യാൻ പോകാമെന്നായിരുന്നു അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 മന്തിന് ശേഷം നമ്മുടെ ആ ഒരു ബെഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അതൊന്ന് കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങളങ്ങനെ കടയിലൊക്കെ പോയി നോക്കിയെങ്കിൽ അവിടെയൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇത്. അപ്പോൾ ഞങ്ങൾ പിക്ചറിൽ കണ്ടപ്പോൾ ഞങ്ങൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഇത് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇത് വന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇതൊന്ന് ഓപ്പൺ ചെയ്തൊന്ന് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സാധനം വന്നിട്ട് നമ്മുടെ ഇവിടെ ഫ്രണ്ടിലാണ് വെച്ചിട്ടുള്ളത്. സാധനം വന്നപ്പോൾ തന്നെ നമ്മുടെ പൂച്ചമക്കളൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കയറി കളിക്കുമായിരുന്നു. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അതൊന്ന് പൊളിച്ച് നോക്കാൻ വേണ്ടിയിട്ട്, എങ്ങനെയാ ഉള്ളതെന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി. പിന്നെ വീഡിയോ എടുക്കാനായിരുന്നു, എന്തെങ്കിലും മിസ്സിംഗ് ആണോ ഡാമേജ് ഉണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരൊക്കെ വന്നിട്ട് ഞങ്ങൾ വൈകുന്നേരം ഓപ്പൺ ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ എക്സൈറ്റ്മെൻറ്റ് കാരണം ഞങ്ങൾ പിന്നെ അത് ഓപ്പൺ ചെയ്യുകയാണ്. ഞാനും ചേച്ചിയും കൂടെ അത് ഓപ്പൺ ചെയ്യുകയാണ്. ഫസ്റ്റത്തെ ആ ഒരു ബോക്സിൽ താഴത്തെ ആ ഒരു ബെഡിൻ്റെ ഇതും പിന്നെ സൈഡിൽ വെക്കുന്ന സംഭവമായിരുന്നു ഉണ്ടായിരുന്നത്. രണ്ടാമത്തേലാണ് മേളിലേക്കുള്ളതും പിന്നെ ലാഡറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു മൊത്തം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ എടുത്തിട്ട് സിറ്റ് ഔട്ടിലേക്ക് വെക്കുന്നുണ്ട്. ബെഡ് ഇടുന്നതിന് മുന്നേ ഉള്ള ഒരു ലുക്ക് ഞങ്ങൾ കാണിച്ചു തരാം. ഇങ്ങനെയാണ് വരുന്നത്. ഞങ്ങളുടെ ബുക്സൊക്കെ ഞങ്ങളവിടെ അലമാരയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, മിറർ സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ചു. ഇനി ഞങ്ങളുടെ ബെഡ് വന്നിട്ടുള്ള ലുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് ഗൈസ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. മൊത്തത്തിൽ ഞങ്ങളുടെ റൂമിന് നല്ലൊരു ചേഞ്ച് തന്നെയാണ് വന്നേക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. ഞങ്ങൾ കുറേ നാളായിട്ട് ആ ഒരു റൂമിൽ തന്നെ ഇരുന്നിട്ട് ഞങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം തോന്നുന്നുണ്ട്. ഇതാണ് നമ്മുടെ ബങ്ക് ബെഡ്. താഴെ ഡബിളും മേളിൽ സിംഗിളും വരുന്ന ഒരു ടൈപ്പാണ്. 3 ഭിത്തിക്കും ആ ഒരു പർപ്പിൾ പോലത്തെ ഷെയ്ഡ് വരുന്നതാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭിത്തിക്ക് മാത്രം ഈ ഒരു ഗ്രീൻ കളറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ സൈഡിലായിട്ട് നമ്മുടെ ഷൂറാക്കും സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേളിൽ നമ്മുടെ പ്രിന്റർ വെച്ചിട്ടുണ്ട്, ലാപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റഡി ടേബിളും ആ ഒരു സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറവശത്ത് നമ്മുടെ ബുക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അലമാരയിൽ താഴെ ചേച്ചീൻ്റെ ബുക്സൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. ചേച്ചീൻ്റെയാണ് താഴെ ഭാഗം. അവിടെ ഒരു ടെഡി ബിയറൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബെഡ് ചൂസ് ചെയ്ത സമയത്ത് താഴെ അത്യാവശ്യം സ്പേസ് വേണം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ നമ്മൾ നോക്കിയ സമയത്ത് തല മുട്ടി ഇങ്ങനെ നേരെ ഇരിക്കാൻ പറ്റാത്ത ഒരു ഹൈറ്റ് ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾക്ക് അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് അത്യാവശ്യം നല്ലൊരു അത് നന്നായിട്ട് നോക്കിയിട്ടായിരുന്നു ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ റൂം തീരെ ചെറുതായതുകൊണ്ട് വീതിയൊക്കെ ഭയങ്കര വലിയതൊക്കെ ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം അതിനൊക്കെ നോക്കി ഞങ്ങൾ കുറേ നോക്കിയിട്ടാണ് ഈ ഒരെണ്ണം സെറ്റാക്കിയത്. എന്തായാലും സെറ്റാക്കിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ ഒരു ബെഡ് എടുക്കുന്ന സമയത്ത് അതിനകത്ത് റിവ്യൂ റേറ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ടെൻഷനായിരുന്നു ഇത് കറക്റ്റ് ആയിരിക്കുമോ എന്നുള്ളത്. പക്ഷേ എന്തായാലും വന്നപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും നല്ലോണം ഇഷ്ടമായി. അതിൻ്റെ ക്വാളിറ്റി ഒക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉണ്ടായിരുന്നു. ഇതാണ് എൻ്റെ ഒരു സ്പേസ്. ഇവിടെ എൻ്റെ 2 പാവക്കുട്ടികളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. മേളിൽ സിംഗിൾ ബെഡാണ് വരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സ്പേസ്. ഇവിടെ എൻ്റെ പില്ലോ ഉണ്ട്. പിന്നെ 2 പാവക്കുട്ടികളെയും ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അലമാരേൻ്റെ ഈ മേളിലെ അറയാണ് എനിക്ക് തന്നിട്ടുള്ളത്. അതിനകത്ത് ഞാൻ എൻ്റെ ഡ്രോയിങ് ബുക്കും പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ ബുക്കും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഈ ഒരു ഭിത്തീൻ്റെ കളർ വെച്ചിട്ട് ഒരു കർട്ടനും കൂടി ഞാൻ അടിച്ചിട്ടുണ്ട്. ഈ ഒരു ഗ്രീനും പർപ്പിളും വരുന്ന ഒരു ഷെയ്ഡിൽ ക്രേപ്പ് മെറ്റീരിയൽ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ഇങ്ങനെ ഒരു കർട്ടൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വേസ്റ്റ് പീസ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. മൊത്തത്തിൽ ഞങ്ങൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടുള്ള ഒരു മേക്ക് ഓവറാണ്. ഭയങ്കര വലിയ മേക്ക് ഓവർ ഒന്നുമല്ല, പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ചേഞ്ച് തന്നെയായിരുന്നു ഇത്. പിന്നെ നമ്മൾ പറഞ്ഞ ആ ഡോറിൽ ഇതാ ബ്ലാക്ക് കളർ കൊടുത്തിട്ട് ഇങ്ങനെയാണുള്ളത്. പിന്നെ ഫ്രണ്ടിലേക്ക് ഞങ്ങൾ അത് കൊടുത്തില്ല, ഉള്ളിൽ മാത്രം വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര മേക്ക് ഓവർ ഒന്നുമല്ല, ഞങ്ങൾ ഉള്ളത് വെച്ചിട്ട് ഞങ്ങളുടേതായ രീതിയിലുള്ള ഒരു മേക്ക് ഓവറാണ്. ഞങ്ങൾ എന്തായാലും വിചാരിച്ച പോലെ തന്നെ കിട്ടി. ഫസ്റ്റ് ഒന്ന് പെയിൻറ്റിൻ്റെ കാര്യത്തിലേക്ക് ഒരു ഇതായെങ്കിലും ലാസ്റ്റ് ആയപ്പോഴത്തേനും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ബെഡാണെങ്കിലും ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു റൂം. ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഈ ഒരു ചെറിയ റൂമിൻ്റെ മേക്ക് ഓവർ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.